Hello everyone, Ernest Academyയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേരള പീസിയുടെ ഭാഗത്ത് നിന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് അറിയിക്കാനാണ്. അപ്പോൾ നമുക്ക് ആ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ അപ്ഡേറ്റിൽ പറയുന്നത് യോഗ്യതയില്ലാതെ അപേക്ഷകൾ കർശന നടപടി എന്നാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ ആ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനായിട്ടൊരു ക്വാളിഫിക്കേഷൻ കാണും. അപ്പോൾ ആ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അതേപോലെ ആ ക്വാളിഫിക്കേഷന് തത്തുല്യമായ അല്ലെങ്കിൽ അതിന് ഉയർന്ന യോഗ്യത ഉള്ളവർക്കും ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ തന്നെ നോട്ടിഫിക്കേഷനോടൊപ്പം നമുക്ക് ആ ഒരു പോസ്റ്റിനായിട്ട് വേണ്ട ക്വാളിഫിക്കേഷന്റെ തതുല്യ യോഗ്യതകൾ എന്തൊക്കെയാണെന്നും PSC നമ്മളോട് പറയാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആ യോഗ്യത ഉള്ളവർക്ക് മാത്രമേ ആ ഒരു പോസ്റ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ PSC കണ്ടുവരുന്നത് ആ സമാന യോഗ്യത ഇല്ലാത്തവരും ആ സമാന യോഗ്യതയും ഉയർന്ന യോഗ്യതയും അവകാശപ്പെട്ടുകൊണ്ട് അവർ അത് അപ്ലൈ ചെയ്യാറുണ്ട്, അതേപോലെ കൺഫർമേഷൻ കൊടുക്കാറുമുണ്ട്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് PSCയുടെ ശ്രദ്ധയിൽപ്പെടുന്നതായിട്ട് കണ്ടു. അങ്ങനെയാണ് അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് കേരള PSCയുടെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു നോട്ടിഫിക്കേഷൻ വന്ന് അത് അപ്ലൈ ചെയ്യുമ്പോൾ ആ നോട്ടിഫിക്കേഷനിൽ പറയുന്ന യോഗ്യത നിങ്ങൾക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ PSC പറയുന്ന ആ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വേണ്ട ആ ക്വാളിഫിക്കേഷന് തതുല്യമായ യോഗ്യതയോ അല്ലെങ്കിൽ അതിനുയർന്ന യോഗ്യതയോ നിങ്ങൾക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ നിങ്ങൾ അതിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ എന്നാണ് PSC പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രധാനമായിട്ട് പറയുന്ന അപ്ഡേറ്റ്സുകൾ എന്ന് പറയുന്നത് വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ച യോഗ്യതകൾക്ക് പുറമെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ മുഖേനയുള്ള യോഗ്യതകൾ സ്വീകരിക്കുമെന്നാണ്. അതോടൊപ്പം നിശ്ചിത യോഗ്യതയ്ക്ക് തത്തുല്യമായി സർക്കാർ പ്രഖ്യാപിക്കുന്ന യോഗ്യതകളും നിർദ്ദിഷ്ട യോഗ്യതകൾ അടിസ്ഥാന യോഗ്യതകളായിട്ടുള്ള ഉയർന്ന യോഗ്യതകൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതേപോലെ തതുല്യ ഉയർന്ന യോഗ്യത സംബന്ധിച്ച സർക്കാർ ഉത്തരവുകൾ PSC ആവശ്യപ്പെടുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ ഹാജരാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ 17/7/1965 ഗവൺമെന്റ് ഓർഡർ പ്രകാരം UGC അംഗീകൃത സർവകലാശാലകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നൽകുന്ന ഡിഗ്രികൾ അല്ലെങ്കിൽ ഡിപ്ലോമ എന്നിവ സർക്കാർ സർവീസിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്വീകരിക്കും. ഈ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് PSC തുല്യതാ സർട്ടിഫിക്കറ്റോ സർക്കാർ ഉത്തരവോ ആവശ്യപ്പെടാറില്ല. അപ്പൊ ഇത്രയും അപ്ഡേറ്റ്സ് ആണ് PSCയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് കൃത്യമായി പരിശോധിച്ചിട്ട് വേണം നിങ്ങൾ അതിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ യോഗ്യതയോ അല്ലെങ്കിൽ ആ യോഗ്യതയ്ക്ക് തുല്യമായതോ അല്ലെങ്കിൽ അതിന് ഉയർന്ന യോഗ്യതയോ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു പോസ്റ്റിനായിട്ട് അപ്ലൈ ചെയ്യാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.